ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ അതാ കുറേ ദിവസത്തിന് ശേഷം നമ്മളുടെ ഊഞ്ഞാലിലൊക്കെ വന്ന് കുറച്ചേരം ഇരിക്കാമെന്ന് കരുതി വന്നതാണ് കേട്ടോ. ഇത് ഇന്നത്തെ വ്ളോഗൊന്നുമല്ല, കുറേ ദിവസം മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു 2-3 തക്കാളീൻ്റെ തൈ ഉണ്ടായിരുന്നു കേട്ടോ. അത് മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് നടണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അതൊന്നൊന്ന് നടാമെന്ന് കരുതി, പിന്നെ നിങ്ങളുടെ അടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് കരുതി അങ്ങനെ വന്നതാണ്. ഇനിയിപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് ഗാർഡൻ വീഡിയോസൊന്നും അത്ര അധികം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം കൂടുതൽ സമയം നമ്മൾ അകത്ത് തന്നെ ആയിരിക്കും. ഉച്ചവരെ നമുക്ക് നല്ല ഉഷാറായിരിക്കും. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉഷാർ അങ്ങോട്ട് കുറഞ്ഞു തുടങ്ങും. പിന്നെ കൂടുതൽ റമദാൻ വ്ളോഗ്സൊക്കെ ആയിട്ടായിരിക്കും ഞാൻ ഇനി വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പം നമ്മൾ തക്കാളി തൈ നടുന്നത് അപ്പുറത്ത് പറമ്പിലാണ് കേട്ടോ. നമ്മളവിടെ കുറച്ച് പൊട്ടുവെള്ളരിൻ്റെ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ബൊഗൈൻവില്ല അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, പൂത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ എന്നും നനച്ച് കൊടുക്കുന്ന ഒരു ചെടി എനിക്ക് തോന്നുന്നു ഇത്ര അധികം വളർന്ന് നിൽക്കില്ല. ഇത് ഞാൻ വല്ലപ്പോഴും വെള്ളം ഒഴിച്ചാൽ മാത്രം കിട്ടും. അതല്ലാതെ അതിനങ്ങനെ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. നമ്മുടെ ബൊഗൈൻവില്ലയ്ക്ക് അതങ്ങനെ താനേ വളർന്ന് അത്രയും പന്തലിച്ചതാണേ. അപ്പം നമ്മളുടെ തക്കാളി തൈ നമുക്ക് നടാൻ വേണ്ടി വന്നപ്പോൾ നമ്മൾ പൊട്ടുവെള്ളരി ഞാൻ നട്ടിട്ടുള്ളൊരു വീഡിയോ കുറച്ച് ദിവസം മുന്നിട്ടുണ്ടായി. നട്ടിട്ട് ഇപ്പോൾ 1 മാസം 1.5 മാസം ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ സംഭവം ഇതുവരെ മുളച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കഥ പറയേണ്ട ഇടയ്ക്ക് ഞാനൊന്ന് തെന്നി വീണിട്ടൊക്കെ ഉണ്ടായി. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വീഴ്ച ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കണ്ടിരുന്ന് ഞാൻ തന്നെ ഇരുന്ന് ചിരിക്കാറുണ്ട്. നനക്കാനായിട്ട് പൈപ്പ് കുത്തിയത് വിട്ടപ്പോൾ അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൈ എത്തിച്ചതാണ് കേട്ടോ. അപ്പോഴാണ് വീണത്. ഒരു കയ്യിൽ ചെടിച്ചട്ടിയും മറ്റേ കയ്യിൽ നമ്മൾ കൈ ഇങ്ങനെ എത്തിക്കാനുള്ള വെപ്രാളത്തിൽ അങ്ങനെ തെന്നി വീണതാണ് കേട്ടോ. ഓസുമ്മിൽ തെന്നിയിട്ടാണ് വീണത്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. പിന്നെ ഓൾറെഡി നമുക്ക് ബാക്ക് പെയിൻ ഉള്ള കാരണം കൊണ്ട് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പറഞ്ഞില്ലല്ലോ, നമ്മളുടെ പൊട്ടുവെള്ളരി നട്ടത്, അത് പൊട്ടുവെള്ളരി മുളക്കാത്തതിലല്ല വിഷമം. നമ്മൾ ഇത്രയും ദിവസം നനച്ചിട്ട് മുളച്ച് വന്നത് നിറയെ കടിത്തുമ്പയാണ്. കടിത്തുമ്പ എന്നാണ് ഇവിടെ പറയുക. ഈ തൊടുമ്പോൾ ചൊറിയുന്ന ഒരു ഇലയുള്ള ഒരു ചെടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ മുളച്ച് വന്നത്. അതിങ്ങനെ മുളച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മളെന്തോ വിത്തിട്ടിട്ട് മുളപ്പിച്ച പോലെയാണ്. അത്രയും പോലും നമ്മൾ നട്ടിട്ടുള്ള ഒരു പൊട്ടുവെള്ളരിൻ്റെ വിത്തൊന്ന് മുളച്ച് വന്നിരുന്നെങ്കിൽ അത്രയും ഒരു സന്തോഷം ഉണ്ടായാനെ. ഇതെന്താ സംഭവം ഇതൊരു പിടുത്തം കിട്ടണില്ല കേട്ടോ. ഇനിയിപ്പോൾ വിത്ത് മാറി കൊടുത്തതാണോ അല്ല അതൊന്നും അറിയാൻ പറ്റില്ല. കാരണം ഇത് നട്ടത് നമ്മളല്ല, ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ പറമ്പാണിത്. അപ്പോൾ ആളാണ് ഇവിടെ കൊണ്ട് നട്ടതൊക്കെ. നമ്മളും ഇടയ്ക്ക് വന്ന് നനക്കലുണ്ടായിരുന്നു. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നനച്ചിരുന്നെങ്കിൽ കൂടി എന്തുകൊണ്ടാണ് വിത്ത് മുളക്കാഞ്ഞെന്ന് ഇപ്പോഴൊരു ഐഡിയ കിട്ടണില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ എന്നാൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.